അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചായ ഒന്നും കാച്ചുന്ന വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമുക്ക് പൊറാട്ടയാണ്. അപ്പം ഇന്ന് പൊറാട്ടയും ചാറൊക്കെ പാർന്നിട്ട് നമുക്ക് ചായ അടിച്ചേട്ടോ. അപ്പോൾ ചാറൊക്കെ നല്ലോണം പാർന്നിക്കണം കേട്ടോ. നല്ലോണം പാർന്ന പൊറാട്ട ഇങ്ങനെ ഉണ്ടല്ലോ, കുതിർന്നിങ്ങനെ തിന്നണം. എന്താ അതിൻ്റെ ഒരു രസം എന്നറിയോ. പിന്നെ നമ്മൾ ചായയൊക്കെ പാട്ടി പാർന്ന് നമ്മൾ പൊറാട്ട എന്നാണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പാത്രം മോറാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതാക്കണ പാത്രങ്ങളൊക്കെ അങ്ങനെ മോറി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താട്ടി അകടിച്ചു വരാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അകടിച്ചു വരുന്നുണ്ട്. അകത്തൊക്കെ കുറച്ചൊക്കെ ചമ്മലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ പരത്തിയതും ഒക്കെ ഉണ്ടാവും. മുക്കും മൂലയൊക്കെ അടിച്ചു വരുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മളെ ഔത്ത് ചമ്മലുണ്ടാകുന്നത്. കുറേ മുട്ടായി തോലും കുറേ പേപ്പറുകളും പേപ്പർ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ മയല്ലേ, എന്നിട്ട് ആ പേപ്പർ വെട്ടിക്കാണ്ട് എന്താട്ടി തോണി ഉണ്ടാക്കി കളിച്ച് അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളാണ്. ഏതായാലും സ്കൂളിട്ട് വന്നാലാണ് ആ പരിപാടിയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഒലിക്ക് ചോറ്റക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാൻ അച്ചാറാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം കണ്ടില്ലേ ഒരു കുപ്പി അച്ചാറുണ്ടായിനി. അപ്പോൾ അത് പകുതി ആയിക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മാങ്ങച്ചാറ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നാരങ്ങച്ചാറ് കയ്പ്പ് വയ്ക്കാറല്ലോ. ഇതിന് കയ്പ്പൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ മക്കളിങ്ങനെ ചക്കക്കൂട്ടാൻ തിന്നും പോലെ തിന്നും കേട്ടോ. അപ്പം കുറച്ച് തോന അടിയുമ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം. അപ്പം കുറച്ച് തോന രണ്ടാക്കുമ്പാടെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അങ്ങനെ ഓലിക്കില്ലേ കൂട്ടാനും അതേമാതിരി പ്ലേറ്റും വെള്ളവും ഒക്കെ ഞാൻ എടുത്ത് വെച്ച് ബാഗിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓല് മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഓൽക്ക് അങ്ങനെയാണ്ട് പോകാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. അപ്പോൾ മദ്രസ ഇല്ല കേട്ടോ. അത് ഇന്നലത്തെ വീഡിയോ ആണ്, വെള്ളിയാഴ്ച കത്തിയാണ് കേട്ടോ, മറന്നാണ്. അപ്പോൾ പിന്നെ സ്കൂള് വെള്ളിയാഴ്ച നേരത്തെ 9 മണിയാകുമ്പോഴത്തേന് സാനുവിന് ബസ് വരും. അതേമാതിരി മിന്നുട്ടിക്ക് 9:40 ബെല്ലടിച്ചു കേട്ടോ. അങ്ങനെ സാനുട്ടന് പോകാൻ വേണ്ടി ഒരുങ്ങി ഓൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ സാനു പോയി. പിന്നെ ഞാൻ ചോറ് ഇപ്പം ഇനി കുക്കറിലാത്തിയും വേണം കേട്ടോ. നല്ല മയല്ല മക്കളെ. അപ്പം ചോറ് 2 നേരത്തിന് വെച്ചാലുണ്ടല്ലോ നമ്മളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചോറൊക്കെ അങ്ങോട്ട് ആലുമ്പായം പോലെ ആകണം കേട്ടോ. തണുത്ത് കോറുകയാണ് കേട്ടോ ചോറൊക്കെ. അപ്പം ഞാൻ എന്താട്ടിന്നറിയാം, നമുക്ക് ഉച്ചക്കൊക്കെ മാത്രം നമ്മൾ കുക്കറിൽ ഒന്നുള്ളു അരിയിട്ട് കാണ്ട് വെക്കണുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം വെക്കരുത്. പിന്നെ കുറച്ച് പയറുണ്ടായിനി, അത് നുറുക്കി കാണ്ട് ഉപ്പേരി വെക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പയറൊക്കെ നുറുക്കണം. പിന്നെ നമ്മൾ തുറക്കാനൊക്കെ പോയി വന്നപ്പോഴത്തേന് നമ്മളെ ചോറൊന്ന് വെന്തുക്കണോന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഞാൻ. ഇനി നമുക്ക് എന്താട്ടണം, അതിങ്ങനെ കൊട്ടക്കൈലോണ്ട് ഇങ്ങനെ ഊറ്റൊന്നല്ല കേട്ടോ. അത് ഒന്നായിട്ട് അങ്ങോട്ട് ഞാൻ നമ്മളെ ഓട്ടപാത്രം ഉണ്ടല്ലോ അതിക്കാണ്ട് പാർന്ന് നോക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ആ വെള്ളമൊക്കെ അങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെയാണ് ചോർന്നോളും. അങ്ങനെ നമ്മളെ ചോറ് ഊറ്റി നമ്മളവിടെ വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ പണികളും എടുക്കണം. അപ്പം ഇനി ചാറ് ഇപ്പം എന്താന്ന് കരുതി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ചോറ് കണ്ട് മൂടി വെക്കണ പാത്രം കണ്ട് ശരിയാണില്ല. ഏതായാലും പിന്നെ ചോറും ഒക്കെ നമ്മൾ ഊറ്റി മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ പയറ് നുറുക്കണം കേട്ടോ. അപ്പം നമ്മളെ തൊടുവിൽ കുറച്ച് പയറുണ്ടായിനല്ലോ, ഇന്നാൾ പറിച്ചിട്ടുണ്ടിട്ടില്ലേനോ. അപ്പോൾ അത് ചിലതൊക്കെ മൂത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി മൂക്കാത്ത പയറ് ഇത് പച്ചപ്പയറ് പിന്നെ കുറച്ച് പീടിയെന്ന് പറഞ്ഞ പയറ് ഇനി അത് ഞാൻ നുറുക്കണുണ്ട്. പിന്നെ നമ്മളെ തൊടുന്ന് കുറച്ച് പയറുണ്ട് കേട്ടോ, അത് കുറച്ച് മൂത്തുക്കണം. അപ്പോൾ മൂക്കാത്തതും പിന്നെ മൂത്തതും ഒക്കെ മാറ്റി വെച്ചിട്ട് മൂക്കാത്തതൊക്കെ അരിഞ്ഞും ചേർക്കണുണ്ട്. മൂത്തത് പിന്നെ നമുക്ക് കുരു എടുക്കാമെന്ന് കരുതിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പയറൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കണുണ്ട് കേട്ടോ. പച്ചപ്പയർ ആകുമ്പോൾ നല്ല രസമാണല്ലോ. ഇവിടെ ജിനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയറുപ്പേരി. ഒരട്ടം വെച്ചപ്പോൾ നല്ല രസമുണ്ട് ഉമ്മ പയറുപ്പേരി ആയിരുന്നു. പിന്നെ നമ്മൾ എന്താട്ടി നമ്മളെ തൊടുന്ന് പറിച്ച പയറുണ്ടല്ലോ അതിൻ്റെ കുരുവൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം അരിഞ്ഞാണ്ട് ചേർക്കാൻ ഒന്നും പറ്റില്ല കേട്ടോ. കാരണം അരിഞ്ഞാണ്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അറിയാം, അത് വെന്ത് കഴിഞ്ഞിങ്ങനെ തിന്നുമ്പം അതിങ്ങനെ കടിച്ചുപ്പാനേ നേരം ഉണ്ടാവുള്ളൂ. കിട്ടണതൊക്കെ ഈ മൂത്ത പയറേക്കാരം. അപ്പോൾ പിന്നെ അതൊക്കെ കടിച്ച് തുപ്പാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനൊക്കെ തോൽ ഒളിച്ചിട്ടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പയർ വെക്കാതെ ഉള്ളിയും ഒക്കെ അരിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തോന ഉള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്തിനാപ്പം ഇത് മുഴുവനും അരിഞ്ഞ് വെച്ചിക്കണേ. അപ്പോൾ അതിപ്പം നമുക്കൊരു ചാറും ഉണ്ടാക്കണം. അതെന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഉള്ളിയും ആ മുളകും കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ പയറുണ്ടല്ലോ അത് നമ്മൾ
അതിക്കിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവിയിൽ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ പയറ് കഴുകിയ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ഒരു വെള്ളമൊന്നും പയറേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ, അതങ്ങനെ കിടന്ന് വന്നോളും. അപ്പം ഇനി നമുക്ക് ദിജ്ജൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ പയറ് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയാം, ഉപ്പ് അവിടെയും ഇവിടെയും മാത്രം പിടിച്ചും എല്ലാത്തമ്മലൊന്നും പിടിച്ചൂല കേട്ടോ. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് മൂടി വെച്ചേക്കണം കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ചാറ് എന്താണെന്നല്ലേ, ഏതായാലും ഞാനൊരു ചട്ടി തീം വെച്ചേക്കണം കേട്ടോ. ആ ചട്ടി നല്ലോണം ഒന്ന് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തേക്കണം. ഇനി ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിക്ക് ഉലുവയും കടുകും പൊട്ടിച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ ഉലുവയും കടുകും പൊട്ടിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു മീൻചാറയിക്കാരെന്നില്ലേ. എന്നിപ്പോൾ ഈ ഉലുവയും കടുകും പൊട്ടിച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെക്കുന്നത് മീൻചാറ്റ് കാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മീൻചാറൊന്നല്ല കേട്ടോ വെക്കണത്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കടുക് പൊട്ടി കരിയേപ്പും പൊട്ടി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടെടുത്തു. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആഹാ എന്താണെന്നറിയാം. അങ്ങനെ നമ്മൾ അതിങ്ങനെ രണ്ടടുപ്പത്ത് വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പയറും തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അടിഭാഗം മാത്രം വെന്ത് ഇളക്കി കൊടുക്കാഞ്ഞാൽ എല്ലാതും കൊണ്ട് വെന്തിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളെ പയർ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല ഉസാറായിട്ട് സെറ്റായി വന്നിക്കണം കേട്ടോ മൂത്തുകാണ്ട്. അപ്പം ഞാനതിക്ക് കുറച്ച് ഇതിട്ടിക്കണം കേട്ടോ, ജീരുള്ളി ഇട്ടിക്കണം. കുറച്ച് ജീരുള്ളി ഞാൻ അവിടെ പാത്തിച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് വേറെ കൂട്ടാണ്ടാക്കണേ അതിക്ക് ആണ്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമെല്ലാം ഇട്ട് കൊടുത്തോളണ്ടി. ഞാൻ ഏതായാലും ഒരു 3-4 എടുത്തേക്കണം, കാരണം നല്ല ഉണ്ട മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. അപ്പം ഞാൻ ഒരു 3-4 മുളകൊക്കെ എടുത്തേക്കണം കേട്ടോ. ഇനി ആ ഉള്ളി മുളകും ഒക്കെ അങ്ങോട്ട് ഇതായി വരട്ടെ, ഉടഞ്ഞ് വരട്ടെ. അപ്പം എന്താ നമുക്ക് ചാറ് എന്നറിയോ, തൈര് മൂരാച്ചണതാ, തൈര് കാച്ചിയതാണ് കേട്ടെന്ന്. അപ്പം എന്താ അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് വലിച്ചു നീട്ടിയെന്നൊക്കെ നിങ്ങളിങ്ങനെ കരുതണുണ്ടാവൂലേ. ഞാൻ നിങ്ങളെ ഒന്ന് സസ്പെൻസ് ആക്കിയതാണ്, നിങ്ങളെ സസ്പ്രൈസോ എത്താണ് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെന്താട്ടി ആ തൈര് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയുണ്ട് കേട്ടോ ഈ തൈര്. അപ്പം ഇനി തൈര് ഒറ്റയ്ക്ക് പാർന്നാൽ പറ്റൂല. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ പാരണം, അല്ലാതെ ആ തൈര് ഒറ്റയ്ക്ക് കാച്ചിയാണ്ടല്ലോ തൊള്ളിക്ക് വെക്കാൻ പറ്റണില്ല പുളിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൈരൊക്കെ മിക്സിയിലിട്ട് കണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പയറും തന്നെ അങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചിട്ടുണ്ട്. രണ്ടും അടുപ്പത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞളിച്ചണ്ട, കജ്ജി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയാൽ മതിയില്ലേ. അങ്ങനെ ഏതായാലും നമ്മളെ ജീരുള്ളിയും തന്നെ മൂത്ത് വന്നിക്കണേ. അപ്പം ഇനി നമുക്ക് അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുള്ളി മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണം. ഇനി അതുണ്ടല്ലോ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ മുളകും പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ആ പച്ചമണം ഒന്ന് മാറുമല്ലോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറേ നേരം ഒന്ന് ഇളക്കണ്ട കേട്ടോ, കാരണം കരിഞ്ഞു പോകും. പിന്നെ നമ്മളെ മിക്സിയിൽ അടിച്ച് വെച്ച് നമ്മളെ തൈര് പാർന്നിക്കണം. ആ തൈരിൻ്റെ മിക്സിക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടിയും പാർന്ന് കാണ്ട് അതിക്ക് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുളി ഇങ്ങനെ പാകമായി വന്നിക്കണം കേട്ടോ. അപ്പം നല്ല പുളി തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് നല്ലോണം ചേർത്ത് വെക്കണം കേട്ടോ. അപ്പം പുളി പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ചില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ തുള്ളി കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കില്ല കേട്ടോ, ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നമ്മളെന്താട്ടി ഒന്നിങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുണ്ട് നോക്കുകയാണേ. അപ്പോൾ ഇതാക്കണം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോര് കാച്ചിയത്. അതേമാതിരി മിന്നുട്ടിക്കും തന്നെ നല്ല തീർപ്പതിയാണ്. അതേമാതിരി നമ്മളെ പുതിയാപ്പിളക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോരാച്ചിയത്. സനുട്ടനോട് പറഞ്ഞപ്പോൾ സനുട്ടൻ പറഞ്ഞു സ്കൂളിൽ എന്നും ഇടയ്ക്കുണ്ടാവും മോരാച്ചിയത്. അപ്പോൾ വലിയ തീർപ്പതില്ല എന്നും പറഞ്ഞു കേട്ടോ. അവന് വൈകുന്നേരം ചോറ് കൊടുത്തപ്പോഴേ, ഉച്ചയ്ക്ക് പിന്നെ അല്ലല്ലോ. അതിൽ പിന്നെ ഏതായാലും നമ്മൾ നല്ല പുളിയുള്ള മോരല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഇതാക്കണം മോര് കാച്ചിയത് നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം. അതുകൊണ്ട് നമ്മൾ തിജ്ജ് ഓഫാക്കിട്ടോ. അപ്പോൾ തിജ്ജ് കത്തിച്ചണ്ട പിന്നെ, കാരണം തിളച്ചാൽ നമ്മളെ തൈരല്ലേ അത് പിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ചൂടായാൽ മാത്രം മതി.
അങ്ങനെ നമ്മൾ ചാറ് റെഡി ആക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളെ പയറും തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് സെറ്റായി വന്ന് നമ്മളെ ചാറായപ്പോത്തിന് പയറുപ്പേനും റെഡി ആക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താട്ടി നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം പണിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളതിലൊരു കുഞ്ഞാപ്പാക്ക പോലെ ഉണ്ട്, മീൻകാരൻ കാക്ക. പക്ഷേ ആ കാക്കാനെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പം നമ്മളെന്താട്ടി അപ്പം നമ്മൾ മീൻ കിട്ടാഞ്ഞാൽ നമ്മളെ ഒരൊറ്റ കൂട്ടാനാണിത്, മുട്ട പൊരിച്ച. അപ്പം ഞാൻ 2 മുട്ടയും പിന്നെ ഞാൻ കുറച്ച് ജീരുള്ളി എടുത്ത് വെച്ചിട്ടില്ലേനു, അതും 2-3 മുളകും 2-3 അല്ല കേട്ടോ, 2 മുളകും അരിഞ്ഞിട്ടിക്കണം കേട്ടോ. ഇഞ്ഞിട്ട് നമ്മൾ മുട്ട പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടീത്തെ മുളക് ഇങ്ങനെ കടിച്ചുമ്പോൾ നല്ല രസമാണ്, അതുകൊണ്ടാണ് കുറച്ച് തോനെ മുളക് ഇട്ടുക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ഇനി ആ മുളകൊക്കെ ഉള്ളിയൊക്കെ വേകണം. അപ്പം നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ചെരിച്ചു കൊടുക്കാം. മുട്ട ഒന്നും കൂടി വലിയതാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുറ്റിച്ച് ചട്ടി നിറച്ച് മുട്ടയില്ലേ. അപ്പം നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് വെന്തിക്കണം കേട്ടോ. അത് തുറക്കുമ്പോൾ ഒരു മണം എന്താണെന്നറിയോ, തൊള്ളിയിലുണ്ടല്ലോ വെള്ളം അങ്ങനെ പൊടി. അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ എന്താട്ടിന്നറിയാം, നമ്മൾ തിരുമ്പണോട് തന്നെയാളെ വൗക്കിയിട്ട് വെച്ചാൽ അവിടെയുണ്ട് വൗക്കി വീണാണ്ടല്ലോ നമ്മളെ ഊരൻ്റെ നെട്ടും ബോൾട്ടും ഒക്കെ അങ്ങോട്ട് ഇളകല്ല അടു ഓടി മൂറി. അപ്പം ഇനി പൈ നിൽക്കണ്ട. അപ്പം ഞാൻ എന്താട്ടിന്നറിയാം, ഒരു ബ്രഷ് എടുത്ത് കൊടുക്കാണ്ട് നമ്മൾ ആ തിരുമ്പണോടത്തില്ല ഇതൊക്കെ അങ്ങോട്ട് ഉച്ച പിടിച്ചിട്ടേ ഇത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് കണ്ടൊന്ന് ഉരച്ചിതാക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ നമ്മളെ ഊരങ്ങനെ വെറുതെ നാസാക്കണത്. അപ്പോൾ ഞാൻ ഏതായാലും വെള്ളമൊക്കെ പാർന്ന് നല്ലോണം ബ്രഷൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഉരച്ചിങ്ങോട്ട് കളഞ്ഞിക്കണം കേട്ടോ. അപ്പം ഇനി ചിലപ്പം ഊരൻ്റെ നെട്ടും പോയിട്ടൊന്നല്ല, തൊള്ളിയില്ല പല്ലും പോകും. അപ്പോൾ പിന്നെ പല്ലക്കാനായിട്ട് ഇറക്കേണ്ടി വരും. അങ്ങനെ ഇതാക്കണേ നമ്മളെ ഒക്കെ അങ്ങോട്ട് റെഡിയാക്കാൻ കേട്ടോ. ചിലപ്പോൾ കാലിൻ്റെ നാളിപ്പം നമ്മളെ തന്താൻ വിരലിൻ്റെ എല്ലാം ഇട്ടിട്ടുള്ളൂ, പിന്നെയും പൊട്ടൂലെന്നൊന്നും പറയാൻ പറ്റൂല. ഏതായാലും അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണേ നമ്മൾ ചോറ് കഴിച്ചാണ് കേട്ടോ. നമ്മളെ പയറുപ്പേരിയും പിന്നെ നമ്മളെ തൈര് കാച്ചിയതും. അതിൻ്റെ അമ്മ ഈ തൈര് കാച്ചിയതും ഈ ചോറും കൂട്ടി വെച്ചാൽ എന്തോ ഒരു രസമെന്നറിയാം. ഇങ്ങനെ കുറേ ചാറാണ് പാരണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ ചാറ് പാരുന്നത്. പിന്നെ ഞാൻ മുട്ട കണ്ടാക്കിയിരിക്കണം. പിന്നെ നമ്മൾ ഇതാക്കണേ കുറച്ച് അച്ചാറ് കൊടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഇപ്പം ഇന്ന് നമുക്ക് രാവിലെ മുതൽ ഉച്ചക്ക് രാവിലെ പൊറാട്ടയും കറിയും, ഉച്ചക്ക് മോരാച്ചിയതും മുട്ട പൊരിച്ചതും പയറുപ്പേരിയും അച്ചാറും. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വീഡിയോ നിർത്തുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ തൃപ്തി അയക്കണമെന്ന് വെച്ചെങ്കിലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെയാളെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നെക്കി കൊടുത്താൽ പോരെ. അപ്പം നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ഇഷ്ടപ്പെട്ടിക്കണമെങ്കിലേ. അപ്പം നമ്മളിപ്പോൾ എന്നും പറയാം ലൈക്ക് ചെയ്യേണ്ടി. അപ്പം ഇനി നാളെ വരാം കേട്ടോ.